ഉമ്മാൻ്റെ ഫാമിലിയിൽ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. ചെറിയൊരു ഗെറ്റ് ടുഗദർ നമ്മളെല്ലാവരും കുറച്ച് ആൾക്കാർ കൂടിയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദറാണ് ഉണ്ടായിരുന്നത്. എത്തിപ്പാടിന് നല്ല അടിപൊളി ബത്തക ജ്യൂസ് തന്നെ. പിന്നെ നമ്മളെ കലാപരിപാടികളെ തുടങ്ങി പരിപാടി സ്റ്റാർട്ട് ആയ നല്ല അടിപൊളി പാട്ടോട് കൂടിയിട്ട് അങ്ങനെ പാട്ടെല്ലാം പാടിയിട്ട് എല്ലാവരും എൻജോയ് ആക്കി. പിന്നെ മൈക്ക് കിട്ടിയെങ്കിൽ പിന്നെ ആർക്കും എന്ത് ചോദിക്കണ്ടാവും. എൻ്റെ കയ്യിലും മൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പാട്ടെല്ലാം പാടി പിള്ളേരെല്ലാം നല്ല എൻജോയ് ആക്കിയിട്ട് കളിച്ചു. എല്ലാവരും ഫേസ് ബ്ലർ ആക്കിയെന്ന് വെച്ചെങ്കിൽ എല്ലാവരും അങ്ങനെ കാണുന്നത് അത്ര വലിയ ഇഷ്ടപ്പെടണമില്ല. അങ്ങനെ ആട്ടെ ഫേസ് എല്ലാം ബ്ലർ ആക്കിയിട്ടുള്ളത്. ഒരു വീഡിയോസ് ഇടുന്ന വെച്ചെങ്കിൽ വീഡിയോസ് ഇതുപോലത്തെ വീഡിയോസിൽ നമുക്കൊരു മെമ്മറീസ് അല്ലേ, നല്ല രസമുണ്ടായിട്ടാ. എല്ലാത്തരം കളി ആടുന്ന് കളിച്ചിട്ടുണ്ടായി. ബോൾ പാസിങ്, ലെമൺ ആൻഡ് സ്പൂണ്, പിന്നെ കസാലക്കളി, പിന്നെ കുറേ അധികം ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നവ. പിള്ളേർക്കും വലിയ ആൾക്കും ആണുങ്ങൾക്കും പിള്ളേർക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അടിപൊളി ഗെയിംസ് തന്നെ ആട് നമ്മൾ എല്ലാവർക്കും അറേഞ്ച് ആക്കി. കൊല്ലത്തിൽ 1-2 പ്രാവശ്യം ഇതുപോലത്തെ മീറ്റപ്പ് എപ്പോൾ ഉണ്ടാവില്ല. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആക്കിയിട്ട് വരല് നമ്മളെ താഴ്ച കുഞ്ഞുമാൻ്റെ പുള്ളിയാണ് എല്ലാത്തിനും മുൻകൈയിൽ നിൽക്കുക. പിന്നെ പിള്ളമാരിലുണ്ടാകുമ്പോൾ ഇതുപോലത്തെ ഗെയിംസ് ഉണ്ടാകുമ്പോൾ ഒരു പാങ്ങന്നല്ലേ. അപ്പോൾ പിള്ളേർക്ക് എൻജോയ് ആക്കാനും എല്ലാവർക്കും അപ്പുറം പരിചയപ്പെടാനും അങ്ങനെ ഒരു മീറ്റപ്പ് എല്ലാ കൊല്ലം നമ്മൾ വെക്കലുണ്ടാവും. അല്ലെങ്കിൽ എല്ലാ സമയത്തും പിള്ളമാർ തോറ്റിട്ട് നമ്മൾ കരയിലുണ്ട്. മാഷാല്ലാ ഇപ്പോൾ ഈ സമയത്ത് പിള്ളമാരൊന്നും കരഞ്ഞിട്ടൊന്നുമില്ല. പിള്ളേരെ വലുതായി. പിന്നെ പിള്ളേരും കാട്ടിയും കടയാണ് വലിയ ആളുണ്ടായിരുന്നു. വലിയ ആൾക്കെല്ലാം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചതിയും കളിയും കൂടി കളിക്കുന്നുണ്ടായിരുന്നു. ചതിയും കളിയിൽ ആണുങ്ങൾ ഭയങ്കര സാറ്. ഞമ്മ പെണ്ണുങ്ങളെല്ലാം പിന്മാറിയിട്ട് നിന്നും ആണുങ്ങൾക്ക് പിന്മാറിയിട്ട് പോകാൻ വലിയ താല്പര്യം ഉണ്ടായി. അങ്ങനെ മ്യൂസിക്കൽ ചെയർ കഴിഞ്ഞ ശേഷം ഒരു കസാല പൊളിഞ്ഞില്ലേ. ഈ ആണുങ്ങൾ ഒരുപാട് മേക്ക് പെണ്ണുങ്ങൾ പൊളിയാതിരിക്കും. അങ്ങനെ ഫൈനൽ കസാല കളിയും കൂടി കഴിഞ്ഞ് പിന്നെ ഫുഡ് അടിപൊളി ഫുഡും കൂടി ഉണ്ടായിരുന്നു. നെയ്ച്ചോറ്, ഇറച്ചി, പൊറോട്ട, പരിപ്പ്, ചിക്കൻ കറി, അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗെയിംസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച നമുക്ക് ഉണ്ടായിട്ടാ. രാത്രി 1 മണി 1:30 മണിയായെങ്കിൽ കളിക്കുന്ന കാര്യത്തിൽ ആർക്കും ഉണ്ടായിട്ട്, ആണുങ്ങൾക്ക് ഉണ്ടായിട്ട്, പെണ്ണുങ്ങൾക്ക് ഉണ്ടായിട്ട്, പിള്ളമാർക്ക് ഉണ്ടായിട്ട്. പിന്നെ ഒന്നാകെ എല്ലാവരും ഡാൻസ് കളിക്കാൻ കഴിഞ്ഞിട്ടാ. ഇതെല്ലാം ഒരു എൻജോയ്മെന്റ്. ഇതിന് കുറച്ച് ആരൊന്നും പറഞ്ഞിട്ടുണ്ടാവേ. നമുക്ക് എപ്പം കിട്ടുന്ന ചാൻസ് നമ്മൊന്നും അപ്പോൾ ഇത്രയായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.